നിലമ്പൂരിൽ വിലപേശലുമായി PV അൻവർ. PK കുഞ്ഞാലിക്കുട്ടിയുമായി PV അൻവർ ചർച്ച നടത്തി. മത്സരിക്കുന്ന കാര്യത്തിലെ തീരുമാനം പിന്നീടെന്ന് PV അൻവർ. അൻവറിനോട് വിലപേശൽ വേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം. AICC നിശ്ചയിച്ച സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും. അൻവർ നടത്തുന്നത് പരിധി വിട്ട പ്രതികരണമെന്നും കോൺഗ്രസ്. നിലമ്പൂരിൽ പ്രചാരണം ആരംഭിച്ച് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. പ്രചാരണത്തിന് തുടക്കമിട്ടത് പിതാവായ ആര്യാടൻ മുഹമ്മദിന്റെ കബറിടത്തിൽ എത്തി. പ്രചാരണത്തിൽ സജീവമായി VS ജോയിയും. നിലമ്പൂരിൽ ഇടത് സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. CPIM നേതൃയോഗം നിലമ്പൂരിൽ. സ്വതന്ത്രരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാരും പരിഗണനയിൽ. മാസപ്പടി കേസിൽ ആദായ നികുതി അപ്പലേറ്റ് ബോർഡിന്റെ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. മുദ്രവച്ച കവറിൽ റിപ്പോർട്ട് നൽകാൻ കോടതിയുടെ നിർദ്ദേശം. ആദായ നികുതി വകുപ്പും റിപ്പോർട്ട് നൽകണം. നോട്ടീസ് കൈപ്പറ്റാത്ത കക്ഷികൾക്ക് നോട്ടീസ് നൽകാനും നിർദ്ദേശം. സംസ്ഥാനത്ത് മഴ കനക്കും. അറബിക്കടലിന് പുറമെ ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം. 3 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു. നദികളിൽ പ്രളയസാധ്യതാ മുന്നറിയിപ്പ്. കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരം വെങ്ങാനൂരിൽ വീട്ടുമുറ്റത്തെ കിണർ താണു. സംസ്ഥാനത്ത് 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നതായി റവന്യൂ മന്ത്രി. കനത്ത കാറ്റിലും മഴയിലും താറുമാറായി ട്രെയിൻ ഗതാഗതം. കോഴിക്കോട് അരീക്കോട് റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണു. മരം മുറിച്ചു നീക്കി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ട്രെയിനുകൾ വൈകിയോടുന്നു. വന്ദേ ഭാരതും മലബാറും പരശുരാമും മാവേലിയും ഉൾപ്പെടെ വൈകും. മാനേജറെ മർദ്ദിച്ചു എന്ന പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദന്റെ പ്രതികരണം. വിപിൻ കുമാറിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല. നടക്കുന്നത് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം. തന്നെയും ടൊവിനോയെയും തെറ്റിക്കാനുള്ള ശ്രമമെന്നും ഉണ്ണി മുകുന്ദൻ. നടനെതിരെ കേസെടുത്ത് പോലീസ്. ഉണ്ണി മുകുന്ദൻ കരണത്തടിച്ചു എന്ന് FIR-ൽ. തിരുവനന്തപുരം വക്കത്ത് ഒരു കുടുംബത്തിലെ 4 പേർ ജീവനൊടുക്കിയ നിലയിൽ. മരിച്ചത് അച്ഛനും അമ്മയും 2 മക്കളും. ജീവനൊടുക്കാൻ കാരണം കടബാധ്യതയെന്ന് നിഗമനം. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു. ഇതുവരെ കണ്ടെത്തിയത് 33 കണ്ടെയ്നറുകൾ. 5 തെങ്ങ് വർക്കല ഭാഗങ്ങളിൽ കണ്ടെയ്നറുകൾ കണ്ടെത്തി. കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിലേക്ക് മാറ്റും. കപ്പൽ ഉയർത്താൻ സാൽവേജ് കമ്പനി എത്തിയെന്ന് മന്ത്രി K രാജൻ. ഇന്ധനം പടരാതിരിക്കാൻ നടപടികളെടുക്കുമെന്നും മന്ത്രി. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ച് പാകിസ്ഥാൻ. ജലം, കശ്മീർ, വ്യാപാരം, ഭീകരവിരുദ്ധ നടപടി എന്നിവയിൽ ചർച്ചയാകാം എന്ന് ഷഹബാസ് ഷെരീഫ്. പരാമർശം ഇറാൻ സന്ദർശനത്തിനിടെ. പാക് അധിനിവേശ കശ്മീർ തിരിച്ചു തന്നാൽ മാത്രം ചർച്ച എന്ന നിലപാടിൽ ഉറച്ച് ഇന്ത്യ.